ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീർഷിയുടെ മറ്റൊരു മെൻ്റൽ ഹെൽത്ത് മൊഡ്യൂൾ. ആൻഡ് ഇന്നത്തെ മൊഡ്യൂളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു എസ്കേപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെ ഇമാജിനേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ മെൻ്റൽ എൻവയോൺമെൻറ്റിൽ നിന്നുണ്ടാക്കിയെടുത്ത ഒരു സറൗണ്ടിങ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു വേൾഡിലേക്ക് എസ്കേപ്പ് ചെയ്ത് പല കാര്യങ്ങളും കോഞ്ചറപ്പ് ചെയ്ത് ആ പ്രോബ്ലത്തെ നേരിടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് ഗോയിങ് ടു ബി എ റിലേറ്റബിൾ, അതുപോലെ തന്നെ എ കോൺവെർസേഷൻ which you and the person who is having this escapistic tendencies are not ready for എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്താണ് എസ്കേപ്പിസം അല്ലെങ്കിൽ ഒളിച്ചോട്ടം? നമ്മളുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്, നമ്മുടെ ഇമോഷൻസിന് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇൻടോളറൻസ് ഉണ്ടാവുന്ന ചില സബ്ജക്ട്സിനെ പറ്റി നമുക്ക് ട്രിഗർ വരുന്നു എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരു പെർട്ടിക്കുലർ സംഭവം നമ്മുടെ ബ്രെയിനിൻ്റെ എൻവയോൺമെൻറ്റിനെ, അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു. അതിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പരിധിയിൽ വരുന്ന ഒരു പ്രശ്നമല്ല അത്. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ, ഇപ്പം നിങ്ങൾ വളരെ സെൻസിറ്റീവായൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ മതി നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ വേണ്ടി. അങ്ങനെ സിറ്റുവേഷൻ വരുന്ന ആ സെക്കൻഡ് തന്നെ നിങ്ങൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചിന്തിക്കുകയോ ചെയ്യാതെ ഒരു ഡെല്യൂഷണൽ ആയിട്ടുള്ള വേൾഡിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. സോ എന്താണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? എസ്കേപ്പിസം ആൻഡ് ഡെല്യൂഷൻ തമ്മിലുള്ള ആ ഒരു കണക്ഷനെ പറ്റിയാണ്. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ ഒരു വലിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചായിട്ട് ഓരോ സൈഡിൽ നിന്നും അതിനെ വീക്ഷിക്കുകയും റിയാലിറ്റിയിൽ നിന്നുകൊണ്ട്, നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. സൊല്യൂഷൻസ് നമുക്ക് ഹെൽപ്പ് പല സ്ഥലങ്ങളിൽ നിന്ന് തേടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിനെ ഡയറക്റ്റായിട്ട് ഫേസ് ചെയ്ത് അതിലൂടെ യു ക്യാൻ ഗോ ത്രൂ ദ പ്രോബ്ലം ആൻഡ് എൻഡ് ഇറ്റ്. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ എസ്കേപ്പിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ വളരെ ഇമാജിനേറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡെല്യൂഷണലായ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഡെല്യൂഷണലായ ഒരു സൊല്യൂഷൻ അതിന് കണ്ടുപിടിക്കുകയും ആ ഒരു ഡെല്യൂഷണലായ സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് സബ്മേർജായി പോവുകയും അത് നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. അതായത് നടക്കാൻ പോകുന്നില്ല എന്നാലും എന്ന് പറഞ്ഞത് തുടങ്ങി അതിനകത്തോട്ട് കംപ്ലീറ്റ്ലി അബ്സോർബായി പോവുകയും ചെയ്യും. ഇപ്പോൾ കുറച്ചൊക്കെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആൾ കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ ഡെല്യൂഷൻസ് ഫുൾഫിൽ ചെയ്യാൻ, ഇങ്ങനൊരു ഡെല്യൂഷണൽ സൊല്യൂഷൻ ഫുൾഫിൽ ചെയ്യാൻ അവർ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായ ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യും. എന്താണ് ഒരു ഡെല്യൂഷൻ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു വലിയ പ്രോബ്ലം, ഇപ്പോൾ ഒരു മിഡീവൽ ടൈമിലൊക്കെ നമ്മുടെ ഏജ് സൈക്കിളിൻ്റെ ഒരു മിഡിൽ ടൈമിലൊക്കെ നമുക്ക് പ്രശ്നമായിട്ട് തോന്നുന്നൊരു കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ ടീനേജേഴ്സിൽ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിൽ വരുന്നൊരു പ്രോബ്ലമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു എക്സാമിന്, വളരെ പ്രൊഫഷണലായ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനകത്ത് നിങ്ങളുടേതായ രീതിയിലുള്ള ഇൻപുട്ട് ഇടുന്നുണ്ട്. അതായത് ഒരു ആവറേജ് ലെവലിൽ നിങ്ങൾ ഇൻപുട്ട് ഇടുന്നുണ്ട്. ആ ആവറേജ് ലെവലിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആവറേജ് ലെവലിലുള്ള ഈ റിസൾട്ട് പോരാ. നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് വേണ്ടത്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ ഇൻപുട്ടിനോട് പ്രൊപ്പോർഷണൽ അല്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഔട്ട്പുട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ അതൊരു പ്രോബ്ലമായി മാറുകയും അത് ഈഗോയെ ഹേർട്ട് ചെയ്യുകയും, ഈഗോ ഹേർട്ട് കാരണം നിങ്ങളുടെ ആ ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറാം. അങ്ങനെ വരുമ്പോഴത്തേക്കും സംഭവിക്കുന്ന അടുത്ത കാര്യം എന്ന് വെച്ചാൽ യുവർ മെൻ്റൽ സ്റ്റേറ്റ് വിൽ സ്റ്റാർട്ട് ഗോയിങ് ഡൗൺ. ബിക്കോസ് നിങ്ങളുടെ ഈഗോ ഫുൾഫിൽ ആവുന്നില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈഗോ ഫുൾഫിൽമെൻറ്റ് കിട്ടുന്നില്ല. ഈ ഒരു സംഭവത്തെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ സെയിനായിട്ട് ചിന്തിക്കുന്ന, റിയാലിറ്റിയിൽ നിൽക്കുന്ന പ്രാക്ടിക്കലായ ഒരു വ്യക്തി എങ്ങനെ ഡീൽ ചെയ്യും? എന്താണോ, ഐദർ നിങ്ങളുടെ ഇൻപുട്ടിൻ്റെ ക്വാളിറ്റി കൂട്ടും, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഒരു പടി താഴോട്ടിറക്കും. ഇത് രണ്ടിലേതെങ്കിലും. അപ്പോൾ
ഈ പ്രാക്ടിക്കൽ അല്ലാത്ത ഡെല്യൂഷണൽ ആയ ഒരു വ്യക്തി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഒരു സംഭവത്തെ, ഈ ഒരു പ്രോബ്ലത്തെ നേരിടാൻ പറ്റാതെ അവർ വേറൊരു ഇതുണ്ടാക്കും. ഇപ്പോൾ ഡെല്യൂഷണലി എന്നെ ആരെങ്കിലും ആ സമയത്ത് എന്നെ ദൈവം ഹെൽപ്പ് ചെയ്താലോ, ആ സമയത്ത് ആ എക്സാം ടൈമിന് എന്നെ എൻ്റെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആ ടൈമിന് ഇങ്ങനെ സംഭവിക്കും, എനിക്കെല്ലാം പെട്ടെന്ന് ഓർമ്മ വരും, ഞാൻ അങ്ങനൊരു ജീനിയസ് ആണ്, എനിക്ക് പണ്ട് ഇതേപോലെയൊക്കെ സംഭവിക്കുമായിരുന്നു, പണ്ട് ഇതേപോലെയൊക്കെ എനിക്ക് ഓരോ കാര്യങ്ങൾ റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു, ഞാൻ അത്ര എഫേർട്ടൊന്നും ഇടാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇടുന്ന എഫേർട്ടും കൂടെ ലോ ആക്കി വയ്ക്കും. കാരണം ഈ ഡെല്യൂഷൻ കൊണ്ട് നിങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഡെല്യൂഷണൽ വേൾഡിലേക്ക് നിങ്ങൾ എസ്കേപ്പ് ചെയ്തു, യു ഹാവ് എസ്കേപ്ഡ്. അപ്പോൾ നിങ്ങൾ ആ പ്രോബ്ലത്തെ നേരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല, നിങ്ങൾ ആ പ്രോബ്ലത്തിന് വേണ്ട സൊല്യൂഷൻ ചെയ്തിട്ടില്ല. എക്സാം ഡേറ്റ് വരുന്നു, പ്രാക്ടിക്കലി എന്താണ് സംഭവിക്കുക അത് തന്നെ സംഭവിക്കും, നിങ്ങൾക്കൊന്നും ഓർമ്മ കാണില്ല, നിങ്ങൾ എക്സാം എഴുതില്ല, മോശമായ റിസൾട്ട് വരും. പക്ഷേ അവിടെയും നിങ്ങൾ ഡെല്യൂഷൻ ബ്രേക്ക് ആവില്ല. കാരണം നിങ്ങളുടെ ഡെല്യൂഷൻ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഈഗോയെ സംരക്ഷിക്കാൻ നോക്കുകയാണ്, നിങ്ങളുടെ ഈഗോയെ അത് സേവ് ചെയ്യാൻ നോക്കുകയാണ്, നിങ്ങളെ അത് സേവ് ചെയ്യാൻ നോക്കുകയാണ്. സോ എസ്കേപ്പിസം എന്നുള്ളത് ഒരു ഇപ്പോൾ എന്താ പറയുക, പല രീതിയിൽ കുട്ടികളായാലും കുഞ്ഞു പിള്ളേരാണെങ്കിലും എസ്കേപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ പണ്ടുണ്ടായിരുന്നൊരു ശീലമാണ്, ഞാനൊരു പേടി സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടി എഴുന്നേറ്റിട്ട് തിരിച്ച് കിടന്നുറങ്ങിയിട്ട് ഉറങ്ങാൻ ശ്രമിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കും ആ ഡ്രീമിനെ ഒരു പോസിറ്റീവായ രീതിയിൽ എങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ച് ഞാനതിനെ പോസിറ്റീവായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് എഴുന്നേക്കത്തുള്ളൂ. കാരണം എനിക്ക് അങ്ങനെ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സംഭവം. നമുക്കൊരു മൈനറായിട്ടുള്ള ഇൻകൺവീനിയൻസിൽ വെച്ചല്ലെങ്കിൽ നമ്മളുടെ പാറ്റേൺ ഓഫ് വാട്ട് വി ആർ ഡൂയിങ് എന്നുള്ളത് ആ പ്രോബ്ലത്തിന് വേണ്ടി ചേഞ്ച് ചെയ്യാനുള്ള അഡാപ്റ്റബിലിറ്റി നമുക്കില്ല. ആ അഡാപ്റ്റബിലിറ്റി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡെല്യൂഷണൽ ആയ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഡെല്യൂഷണൽ നമ്മുടെ ഡെല്യൂഷണൽ വേൾഡിലേക്ക്, നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലേക്ക്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമാണ്. ഒരു പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒളിക്കുന്ന എവിടെയാണോ അത് ക്രിയേറ്റീവ് അല്ല, കംഫർട്ട് സോണാണ്. നമ്മുടെ കംഫർട്ട് സോണിലേക്ക് ഒതുങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ ഇതാണ് എസ്കേപ്പിസവും ഡെല്യൂഷനും തമ്മിലുള്ള മെയിനായിട്ടുള്ള നൂൽബന്ധം, അല്ലെങ്കിൽ the thread that connects these two. So എന്താണ് ഇതിന് നമുക്കൊരു സൊല്യൂഷൻ എന്നുള്ളത്? നമുക്കിങ്ങനൊരു ട്രേറ്റ് ഉണ്ട്, നമ്മൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോഴെല്ലാം ഡെല്യൂഷൻ കൊണ്ട് അതിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുവാണെന്നുണ്ടെങ്കിൽ, the starting of when you are going to get into that comfort zone, അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങുന്ന ആ ഒരു പോയിന്റിൽ തന്നെ അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ല, നോ, ഐ ആം നോട്ട് ഗോയിങ് ദർ. നിങ്ങളെ തന്നെ ആ സംഭവത്തിൽ നിന്ന് നിങ്ങളുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇടുക. അങ്ങനെ പുറത്തോട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യു വിൽ ബി അൺകംഫർട്ടബിൾ. നിങ്ങൾക്ക് എവിടെ എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരിക്കും, നിങ്ങൾക്ക് എന്താണ് അടുത്ത കോപ്പിംഗ് മെക്കാനിസം എന്ന് അറിയില്ലായിരിക്കും, ഒന്നും ചെയ്യാനുള്ള ആ ഒരു ഇത് ഉണ്ടാവില്ല. പക്ഷേ ഡെല്യൂഷണൽ ആയിട്ടുള്ള വേൾഡിലേക്ക് നിങ്ങൾ എസ്കേപ്പ് ചെയ്യാതെ നിങ്ങളെ തന്നെ ആദ്യം തന്നെ ഫ്രീസ് ചെയ്ത് വെക്കുക. ഫ്രീസ് യുവർ സെൽഫ് ദെയർ. സെക്കൻഡ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് റാഷണലായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ഒരു എന്താ പറയുക കൗൺസിലർ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനോട് സൊല്യൂഷൻ സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും നല്ല ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് തന്നെ സംസാരിക്കുക, റിയാലിറ്റി ബേസ് ചെയ്ത് മാത്രം. ഒരു കാരണവശാലും നിങ്ങളുടെ ഹാപ്പി പ്ലേസ് ഓറിയൻറ്റഡ് ആയിട്ട് സംസാരിക്കരുത്. നിങ്ങളുടെ റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള വ്യക്തിയോട്, നിങ്ങളുടെ റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മൈൻഡിനോട് സൊല്യൂഷൻ സീക്ക് ചെയ്യുക. ആൻഡ് അങ്ങനെ സീക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. കാരണം ആർക്കും കിട്ടുന്ന പോലൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ആ സൊല്യൂഷനെ നിങ്ങൾ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. സോ ഈ ഒരു എന്താ പറയുക സൊല്യൂഷനോടുകൂടി ഈ വീഡിയോ ഞാൻ തീർക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലുള്ള കംഫർട്ട് സോൺസ്, ഡെല്യൂഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ. താങ്ക് യു സോ മച്ച്.